ശ്രീ സലാം. സർ, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ ചരിത്രപരമായ നേട്ടമാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് കൈവരിച്ചിട്ടുള്ളത്. സർ, എൻ്റെ ചോദ്യം, റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ എന്തൊക്കെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. യെസ് മിനിസ്റ്റർ. സർ, പുതിയ സാങ്കേതിക വിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് വകുപ്പ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നൂതന സാങ്കേതിക വിദ്യകൾ പല വിദേശ രാജ്യങ്ങളിലും കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥ ഒരു പ്രധാന വിഷയമാണ്. കാലാവസ്ഥ കൂടി അനുയോജ്യമാകുന്ന നിലയിൽ എങ്ങനെ നമുക്ക് ടെക്നോളജിയെ ഒരു ടൂളായി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ നിലവിലുള്ള റോഡിലെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്ന ഫുൾ ഡെപ്ത് റെക്ലമേഷൻ മെത്തേഡ് സംസ്ഥാന വ്യാപകമാക്കി. ജിയോ സെൽ, ജിയോ ഗ്രിഡ്, കയർ ഭൂവസ്ത്രം ഉപയോഗിക്കൽ തുടങ്ങിയവ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. വൈറ്റ് ടോപ്പിംഗ്, സോയിൽ സ്റ്റെബിലൈസേഷൻ ടെക്നോളജി, PQC തുടങ്ങിയവയും ഉപയോഗപ്പെടുത്തി. സ്റ്റോൺ മാട്രിക്സ്മെൻറ്റ് എന്ന സാങ്കേതിക വിദ്യയും കേരളത്തിലെ നിർമ്മാണ രീതികളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, പാല നിർമ്മാണ മേഖലയിലും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ്ട്രാഡോസ് കേബിൾ സ്റ്റേ പാലം, സെൻട്രൽ സ്പാൻ കേബിൾ സ്റ്റേ പാലം, സെഗ്മെൻ്റൽ ബോക്സ് ഗഡർ നിർമ്മാണം, നെറ്റ്വർക്ക് ടൈഡ് ആർച്ച് ആൻഡ് സ്റ്റീൽ കോമ്പോസിറ്റ് ബ്രിഡ്ജ്, അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഎൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടാതെ പാലങ്ങളുടെ നിർമ്മാണത്തിൽ അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ കോൺക്രീറ്റ് മെറ്റീരിയൽ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനം വിജയകരമായി പൂർത്തിയാക്കാനായി റെയിൽവേ ഓവർബ്രിഡ്ജുകളിൽ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സാർ, ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാങ്കേതിക വിദ്യയുടെ വികാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പൊതുവെ സർക്കാർ നടത്തുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, റോഡുകളുടെ നിർമ്മാണത്തിൽ പഴയ റോഡുകളുടെ ഉപരിതലം പുനരുപയോഗിക്കുന്ന RAP സാങ്കേതിക വിദ്യ അത് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? അത് എത്രത്തോളം ഗുണകരമാകുന്നു എന്നുള്ളത് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, പരിസ്ഥിതിക്ക് അനുയോജ്യവും കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കുന്നതും പ്രതിരോധിക്കുന്നതുമായ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് നിരവധി പഠനങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള KHRIയിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഇത്തരമൊരു പഠനത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ റോഡുകളിൽ റിക്ലെയിംഡ് അസ്ഫാൾട്ട് പേയ്മെൻറ്റ് RAP ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിലുള്ള റോഡ് മെറ്റീരിയൽ മില്ലിംഗ് ചെയ്ത് റോഡ് നിർമ്മാണത്തിന് വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് RAP. തുടർച്ചയായ ഓവർലേ കാരണം റോഡിൻ്റെ കനം കൂടി വരികയാണ്. അത് നിരപ്പിൽ നിന്നും ചില റോഡുകൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം നിലവിലുള്ള റോഡ് സർഫസിന് മുകളിൽ ഓവർലേ ചെയ്യുന്നത് മൂലമാണ്. ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് RAP ടെക്നോളജി മുന്നോട്ട് വെക്കുന്നത്. ഈ ടെക്നോളജി പരിസ്ഥിതിക്ക് അനുയോജ്യമായതും കൂടുതൽ ഈട് നിൽക്കുന്നതുമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് കാർബൺ എമിഷൻ നന്നായി കുറക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇതിൻ്റെ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ നല്ല ഒരു മാതൃകയാക്കി നമുക്ക് എല്ലായിടത്തും പടർത്താനാവുന്നതാണ്.